ഹായ് ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല നെയ്ച്ചോറും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ജോർജിയയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നെയ്ച്ചോറും ബീഫും കഴിക്കാൻ പോണത്. ബീഫ് തന്നെ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലസ് കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നല്ലൊരു മലയാളി റെസ്റ്റോറൻ്റാണ് ജോർജിയയിലത്തെ. ഇവിടുത്തെ ഫുഡ് ഒക്കെ ഫേമസ് ആണ്. ഇന്ന് അവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ബീഫ് കറിയും നെയ്ച്ചോറാണ് എന്നവരുടെ കോംബോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബീഫ് റെഡിയായിട്ട് അതൊന്ന് വരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ അതൊന്ന് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. ബീഫ് അങ്ങനെ ഇളക്കിയിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. അതിന് ശേഷം ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്തു. ബീഫ് കാണുമ്പോൾ തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ബീഫ് കണ്ടത്. അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. അതിന് ശേഷം നമ്മുടെ നെയ്ച്ചോറിൻ്റെ ചെമ്പ് അപ്പോഴേക്കും നമ്മുടെ കുക്ക് പൊട്ടിച്ചു. നല്ല മണം വരുന്നുണ്ടായിരുന്നു, ഭയങ്കര സ്മെല്ല്. ആ സമയത്താണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്ന ശേഷം ആദ്യമായിട്ടാണ് നെയ്ച്ചോറും ബീഫും കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൊതിയുണ്ടായിരുന്നു. സ്മെല്ല് വന്നപ്പോൾ തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി വേഗം പ്ലേറ്റ് എടുക്കാൻ പോയി. അപ്പോഴേക്കും ആളുകൾ പറഞ്ഞു കുറച്ചും കൂടി പണികളുണ്ട്, അതിന് ശേഷം മാത്രമാണ് തരുള്ളൂ. അതിന് ശേഷം മുകളിൽ നമ്മുടെ വറുത്ത ഉള്ളിയും പിന്നെ മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നെയ്ച്ചോറ് സെറ്റാക്കി. അതിന് ശേഷം ഇവർ വേറൊരു കണ്ടെയ്നറിലേക്ക് അത് മാറ്റും. അതിന് ശേഷമാണ് നമുക്ക് തരാം. ബീഫ് ആ സമയത്തിനുള്ളിൽ തന്നെ ആൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റി അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഏറ്റവും അവസാനം മുകളിൽ കുറച്ച് മിൻറ്റിൻ്റെ ഇലയാണെന്ന് തോന്നുന്നുണ്ട്, അതിട്ടു. നല്ല സ്മെല്ല്. ഇപ്പം മിൻറ്റിൻ്റെ ഇലയും ബീഫും കൂടി ആയപ്പോൾ നല്ല സ്മെല്ലായി. അതിന് ശേഷം നമ്മുടെ നെയ്ച്ചോറും കണ്ടെയ്നറിലേക്ക് മാറ്റി. നമുക്ക് കാണുമ്പോൾ വിശപ്പുണ്ടെങ്കിലും കഴിക്കാൻ പറ്റില്ല. അതിന് നെയ്ച്ചോറ് കണ്ടെയ്നറിലേക്ക് മാറ്റുമ്പോഴാണെങ്കിൽ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ വിശന്നിട്ടാണെങ്കിൽ ഒരു അന്തം ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ കഴിക്കാനുള്ള ഒരു മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഞാനത് വെയിറ്റ് ചെയ്ത് നിന്നു. ബീഫ് കണ്ടപ്പോൾ ഒന്നും കൂടി ഞാൻ വീഡിയോ എടുത്തു. ബീഫ് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് ബീഫും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആവണ വരെ എന്ന് വെച്ചു. അതിന് ശേഷം ആൾ ബീഫ് ഒരു കയ്യിൽ വെച്ച് കുറച്ചെടുത്ത് തന്നു. അതെടുത്തപ്പോൾ ഒരു സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ നേരെ അത് ഓർഡർ ചെയ്തു. കുറച്ച് നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഉള്ള കോംബോ ആയിട്ടുള്ള ബീഫും. എന്താ പറയുക, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നാട്ടിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അധികം നേരം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ കുറച്ച് ചോറും ആ ബീഫും ഒന്ന് കൂട്ടിയെടുത്ത് വേഗം തന്നെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതപ്പോൾ നമ്മുടെ പാലസ് കിച്ചണിലുണ്ട്. എല്ലാവരും വരിക, കഴിക്കുക. ഫീഡ്ബാക്ക്